അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിൽ പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തിൽ 400-ലധികം പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രാദേശിക സമയം രാത്രി 9 മണിയോടെയാണ് ആശുപത്രിക്ക് നേരെ വ്യോമാക്രമണമുണ്ടായത്. ലഹരിക്ക് അടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന ആശുപത്രിക്ക് നേരെയായിരുന്നു ആക്രമണം. ലഹരിക്കടിമയായവരുടെ ചികിത്സിക്കുന്ന 2000 കിടക്കകളുള്ള ആശുപത്രിയുടെ വലിയൊരു ഭാഗം തകർന്നെന്ന് അഫ്ഗാനിസ്ഥാനിലെ സർക്കാർ വക്താവ് ഹംദുള്ള ഫിസ്ത്രി പറഞ്ഞു. അതേസമയം അഫ്ഗാൻ സർക്കാരിന്റെ ആരോപണങ്ങൾ പാകിസ്ഥാൻ നിഷേധിച്ചു. കാബൂളിലെ ഒരു ആശുപത്രിയും ലക്ഷ്യമിട്ടിട്ടില്ല എന്നതാണ് അവകാശവാദം. ഭീകരവാദ കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയതെന്നും പാകിസ്ഥാൻ സൈനിക ഭരണകൂടം വീണ്ടും അഫ്ഗാനിസ്ഥാന്റെ വ്യോമാതിർത്തി ലംഘിച്ചെന്ന് സബീഹുള്ള മുജാഹിദ് പ്രതികരിച്ചു. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിലാണ് പാകിസ്ഥാന്റെ വ്യോമാക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ 400-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രാദേശിക സമയം 9 മണിയോടെ രാത്രി 9 മണിയോടെയാണ് ഈ ഒരു ആശുപത്രിക്ക് നേരെ ഇത്തരത്തിൽ വ്യോമാക്രമണം ഉണ്ടായത്. പാകിസ്ഥാന്റെ ആക്രമണമാണ് അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിൽ ഉണ്ടായിരിക്കുന്നത്. വ്യോമാക്രമണത്തിൽ 400-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിക്ക് നേരെ ലഹരിക്ക് അടിമപ്പെട്ടവരെ ചികിത്സിക്കുന്ന ആശുപത്രിക്ക് നേരെയായിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടായത്. ലഹരിക്ക് അടിമപ്പെട്ടവരായ ചികിത്സയിലിരിക്കുന്ന 2000 കിടക്കകളുള്ള ആശുപത്രിയുടെ വലിയൊരു ഭാഗം തകർന്നെന്ന് അഫ്ഗാനിസ്ഥാനിലെ സർക്കാർ വക്താവായ ഹംദുള്ള ഫിത്രത്ത് പറഞ്ഞു. അതേസമയം അഫ്ഗാൻ സർക്കാരിന്റെ ആരോപണങ്ങൾ പാകിസ്ഥാൻ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. കാബൂളിലെ ഒരു ആശുപത്രിയും തങ്ങൾ ലക്ഷ്യമിട്ടിട്ടില്ല എന്നതാണ് പാകിസ്ഥാന്റെ അവകാശവാദം എന്ന് പറയുന്നത്. ഭീകരവാദ കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് ഈ ഒരു ആക്രമണം നടത്തിയതെന്നും പാകിസ്ഥാൻ പറയുന്നുണ്ട്, നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഒരു ആശുപത്രിയും ലക്ഷ്യമിട്ടിട്ടില്ല എന്നതാണ് പാകിസ്ഥാന്റെ അവകാശവാദം. അല്ലെങ്കിൽ ഭീകരവാദ കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് ഈ ഒരു ആക്രമണം നടത്തിയതെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പാകിസ്ഥാൻ സൈനിക ഭരണകൂടം വീണ്ടും അഫ്ഗാനിസ്ഥാന്റെ വ്യോമാതിർത്തി ലംഘിച്ചെന്ന് സബീഹുള്ള മുജാഹിദ് പ്രതികരിച്ചു.